വടകരയിൽ കെ രമയുടെ UDF സ്ഥാനാർത്ഥി കെ രമയുടെ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ അന്യായമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വടകര താഴെയങ്ങാടിയിൽ വഖഫ് ഭൂമി അല്ലെങ്കിൽ പള്ളിപ്പറമ്പ് ഗാനമേളയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. UDFൻ്റെ പ്രചരണവുമായി ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകര താഴെയങ്ങാടിയിൽ കബറമ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് UDFൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്തുകൊണ്ട് പള്ളിയുടെ സ്വത്ത് വഖഫ് ഭൂമി ഗാനമേള നടത്താനുള്ള ഒരു അവസരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലമായി മുസ്ലിം ലീഗ് കേരളത്തിലെ പല പള്ളികളിലും അവർ മഹല്ലിൽ പ്രസിഡൻറ്റും അതേപോലെ മഹല്ല് നടത്തിപ്പോകുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് കുറേ കാലമായി. എന്നാൽ അത്തരം ഇരിപ്പിൻ്റെ ചില തിക്തഫലങ്ങളാണ് നമുക്ക് വടകര താഴെയങ്ങാടിയിൽ കാണാൻ സാധിക്കുന്നത്. വഖഫ് ഭൂമി ചില ആളുകൾ അന്യായമായി കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ അത് ആരാണ് ഏറ്റവും കൂടുതൽ അന്യായമായി കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും. വഖഫ് ഭൂമി നഷ്ടപ്പെടുന്നു, കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് സംഘപരിവാരം അത് മുസ്ലിം സമൂഹത്തിൻ്റെ സ്വത്ത് കൈക്കലാക്കുന്നു എന്ന് നമ്മൾ വിലപിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരു സമുദായത്തിൻ്റെ വഖഫ് ഭൂമി ഇങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഗാനമേളയ്ക്ക് വിട്ടുകൊടുക്കുന്നത്, ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്നത് തികച്ചും ഒരു അവസരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതസംഘടനകളും മതപണ്ഡിതന്മാരും കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ പ്രദേശത്തുള്ള മഹലിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് അപ്രമാദിത്യമുള്ള, മുസ്ലിം ലീഗിന് മാത്രം മേൽക്കോയ്മയുള്ള പ്രദേശമായിരിക്കാം. എന്നാൽ ആ മഹലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹലിലെ കാലിക്ക്, ആ മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാലിക്ക് അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കാൻ അവകാശമുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്, നിർബന്ധിത ബാധ്യതയാണ്. ഒരുപക്ഷെ തൻ്റെ ജോലി അല്ലെ തൻ്റെ പള്ളിയിലെ ആ സ്ഥിര ജോലി നഷ്ടപ്പെടുമോ അല്ലെ മുസ്ലിം ലീഗ് തന്നെ വേട്ടയാടുമോ എന്ന ഭയം കാരണമായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുന്നത്. പല അവസരത്തിലും മുസ്ലിം സമൂഹത്തിലെ നിലപാടുകൾ പറയുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മതസ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കാനുള്ളതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മതസ്ഥാപനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ളതല്ല. മറിച്ച് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദ ഉൾപ്പെടെയുള്ള അല്ലെ മതപ്രഭാഷണം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഇത്തരം വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നത് തികച്ചും അന്യായമാണ്. RMP എന്ന് പറയുന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു MLA ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഗാനമേള, അതും പള്ളിപ്പറമ്പിൽ ഖബർസ്ഥാനിൽ നടത്തുന്നത് ഒരവസരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പാപമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ മുസ്ലിം ലീഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത പാർട്ടിയാണ്, ലീഗിനെ ശക്തിപ്പെടുത്തുക, ലീഗ് ദുനിയാവിലേക്കും ആഹിറത്തിലേക്കുമുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്, ചില മതപണ്ഡിതന്മാരുണ്ട്. അതേപോലെ ലീഗിൽ പ്രവർത്തിച്ചാൽ ദുനിയാവും കിട്ടി ആഹിറവും കിട്ടി എന്ന് പറഞ്ഞ ചില മതപണ്ഡിതന്മാരുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റാണോ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ മുസ്ലിം ലീഗ് നടത്താനുള്ള പ്രേരണ എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത് എന്നതും മറ്റൊരു കാര്യമാണ്. കാരണം ഒരു മതസ്ഥാപനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിർദ്ദേശമാണ്. മതചിഹ്നങ്ങളോ മതസ്ഥാപനങ്ങളോ ഒരവസരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നടത്താൻ പാടില്ല. കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല, അത്തരം നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളിലില്ല എന്ന്. എന്നാൽ അത്തരം ആളുകളോട് പറയാനുള്ളത്, 1000 പള്ളിയുടെ കാലിയോട് പറയാനുള്ളത്, ഇങ്ങ് വടകരയിൽ, കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ അത്തരം പള്ളിയുടെ കാലിയായ താങ്കൾക്ക് കൂടി ഇത്തരം പേക്കൂത്തുകൾ മുസ്ലിം ലീഗ് നടക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. താങ്കൾ കൂടി ഇതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സീതി സാഹിബ് മൈതാൻ എന്ന പേരിലാണ് ഈ ഒരു
പരിപാടി ഇവിടെ ഗാനമേള സംഘടിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത, കഴിഞ്ഞുപോയ കുറേ ആളുകൾ അവരുടെ സ്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവരുടെ വിയർപ്പിൻ്റെയും കണികകൾ പള്ളികൾക്ക് വേണ്ടി ഒരു മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി അർപ്പിച്ചുകൊണ്ട് നൽകിയ ഇത്തരം സ്വത്തുകളാണ് കേവലം ചില രാഷ്ട്രീയ പാർട്ടികളുടെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നാളെ ഈ മഹല്ല് സംവിധാനത്തിൽ ലീഗിന് പകരം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മഹല്ല് സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ മഹല്ല് സംവിധാനത്തിൽ കയറി വരുമ്പോൾ അവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ടാവും. അത്തരം രാഷ്ട്രീയമുള്ള മേഖലയിൽ അവരും ഇതേ രീതിയിൽ CPM അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഇതേ രീതിയിൽ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം വഖഫ് ഭൂമികൾ ഉപയോഗിച്ചാൽ അവിടെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇത്തരം കൃത്യങ്ങൾ മുസ്ലിം ലീഗാണ് കാണിച്ചുകൊണ്ട് വഴികാട്ടിയായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള വിശ്വാസി സമൂഹം എന്ത് വില കൊടുത്തും ഇത്തരം പേക്കൂത്തുകൾ, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെട്ട് അന്തിയുറങ്ങുന്ന ഇത്തരം ഖബർസ്ഥാനുകളിൽ ഈ ഗാനമേകൾ, പേക്കൂത്തുകൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ സമൂഹത്തിലെ ജനങ്ങൾക്ക് കൂടിയായിരിക്കും എന്ന് നാളെ നിങ്ങളും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.